എന്റെ ഒരു സഹപ്രവർത്തകന്റെ ഫ്രണ്ടിന്റെ ഫാമിലിക്ക് ഉണ്ടായ ഒരു സംഭവം പറഞ്ഞ് തുടങ്ങാം. ഈ ഫ്രണ്ട് ഏതാണ്ട് 35 വയസ്സുള്ള ഒരാളാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. വൈഫും 2 കുട്ടികളുമുള്ള ഒരു ഫാമിലി. മുംബൈയിലാണ് താമസം. കുഴപ്പമില്ലാത്ത സ്മൂത്തായ ജീവിതം. മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാറുമുണ്ട്. 2നും EMI അടയ്ക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിന് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിൽ പലരെയും പോലെ തന്നെ ബിസിയായ ലൈഫിനിടയ്ക്ക് അത് അത്ര കാര്യമാക്കിയില്ല. എന്നാൽ കഴിഞ്ഞ മാസം ഒരു ദിവസം വേദന സിവിയറായി. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചുപോയി. അയാളുടെ പെട്ടെന്നുള്ള മരണം അയാളുടെ വൈഫിനും കുട്ടികൾക്കും എത്ര വലിയൊരു ഷോക്കായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആ ഒരു ഷോക്കിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് തന്നെ അവർ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതായത്. ഫാമിലിയിൽ വരുമാനമുണ്ടായിരുന്ന ഒരേ ഒരാൾ മരിച്ചതുകൊണ്ട് അവർക്കിപ്പോ കാറിന്റെയോ വീടിന്റെയോ EMI പേ ചെയ്യാൻ പറ്റുന്നില്ല. ജീവിതം നല്ല ബുദ്ധിമുട്ടാണ്. വൈഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നിട്ടും കല്യാണത്തിന് ശേഷം കുറെ കാലം ജോലി ചെയ്യാതിരുന്നത് കൊണ്ട് ഇനി ജോബ് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് അത്ര എളുപ്പമല്ല. നമുക്കെല്ലാവർക്കും പലപ്പോഴുമുള്ള ഒരു ചിന്തയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഇനി എപ്പോഴും അങ്ങനെ അങ്ങ് പോകുമെന്ന്. എന്നാൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം സത്യം അതല്ല എന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് അത് കാരണം ഇപ്പൊ ആ ഫാമിലി അനുഭവിക്കുന്നത് നമുക്ക് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന് തീർച്ചയായും പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ടേം ഇൻഷുറൻസ്. എന്താണ് ഈ ടേം ഇൻഷുറൻസ്? ഒരു നിശ്ചിത സമയത്തേക്ക് കവറേജ് നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എടുത്തയാൾ പോളിസി സമയത്തിനിടയ്ക്ക് മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് പണം കിട്ടുന്നതാണ് ഇതിന്റെ രീതി. ടേം ഇൻഷുറൻസിന്റെ വലിയൊരു പ്രത്യേകതയും ഗുണവും മാസം ചെറിയൊരു തുക അടയ്ക്കുന്നത് വഴി, അതായത് ചെറിയൊരു പ്രീമിയം കൊണ്ട് വലിയൊരു എമൗണ്ട് നോമിനിക്ക് കിട്ടും എന്നതാണ്. ഉദാഹരണത്തിന് ഫസ്റ്റ് കമന്റ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അത് തുറന്നു നോക്കിയാൽ മാസം 678 രൂപ പ്രീമിയം അടച്ചാൽ 2 കോടി കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് പ്ലാൻസ് വരെ അവൈലബിൾ ആണ് എന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ മാസത്തിലൊരിക്കൽ ഫാമിലിയായി ഒരു റെസ്റ്റോറന്റിൽ പോയാൽ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയാൽ ഇതിലും കൂടുതൽ ചെലവാക്കും. തീർച്ചയായും ഫാമിലിയും ഒരുമിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആവശ്യമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ ഫാമിലിക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നത് അതിലും അത്യാവശ്യമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കും തുടർന്നും മാന്യമായി ജീവിക്കാൻ ചെറിയൊരു തുക മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നതാണ്. ടേം ഇൻഷുറൻസിനെ കുറിച്ച് അറിയുന്നവർ അല്ലെങ്കിൽ എടുത്തിട്ടുള്ളവർ ഏജന്റ് മുഖേനയായിരിക്കും അവ എടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10% വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന്. അതായത് സിമ്പിളായി 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അടുത്ത അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരുപാട് ടേം ഇൻഷുറൻസ് പ്ലാൻസ് ഒരൊറ്റ സ്ഥലത്ത് കമ്പയർ ചെയ്യാൻ പറ്റും എന്നതാണ്. നിങ്ങൾക്ക് കവറേജ് 1 കോടിയാണ് വേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്യാം. 2 കോടിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. എത്ര വയസ്സ് വരെയാണ് വേണ്ടത് എന്നതിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. പ്രീമിയം മന്ത്ലി അടയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ വർഷത്തിൽ ഒറ്റ തവണയായി അടയ്ക്കാൻ പറ്റുന്നവർക്ക് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് വരുന്ന എല്ലാ ഓപ്ഷൻസും കമ്പയർ ചെയ്ത് നോക്കാം. കൂടാതെ ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്താൽ 24/7 ക്ലെയിം അസിസ്റ്റൻസ് ഉണ്ട്. ഇനി ടേം ഇൻഷുറൻസിന്റെ സെലക്ഷനിൽ, പേപ്പർ വർക്ക് ചെയ്യുന്നതിൽ, ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ടേം ഇൻഷുറൻസിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ടേം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഇൻഷുറൻസ് എടുത്തയാൾ മരണപ്പെടുമ്പോഴാണ് അയാളുടെ ഫാമിലിക്ക് കവറേജ് കിട്ടുക എന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. അഡീഷണൽ ബെനിഫിറ്റ്സ് ആയ റൈഡേഴ്സ് എന്ന ഓപ്ഷൻ നമുക്ക് ടേം ഇൻഷുറൻസിൽ കൂട്ടിച്ചേർക്കാം. അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ, ആക്സിഡന്റൽ ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിലൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് കിട്ടുന്ന റൈഡർ ഓപ്ഷൻസ് ടേം ഇൻഷുറൻസിന്റെ കൂടെ ചെറിയൊരു എക്സ്ട്രാ തുകയ്ക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി പോകേണ്ടി വന്നാൽ തീർച്ചയായും ഈ ഒരു കവറേജ് നമുക്കും നമ്മുടെ ഫാമിലിക്കും വലിയൊരു ആശ്വാസമായിരിക്കും. മറ്റൊരു കാര്യം, ടേം ഇൻഷുറൻസ് എത്ര നേരത്തെ എടുക്കുന്നുവോ അത്രയും നല്ലതായിരിക്കും. കാരണം സെയിം കവറേജിന് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയിപ്പോ എന്റെ കാര്യത്തിൽ പ്രീമിയം കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞാൻ ടേം ഇൻഷുറൻസ് എടുക്കേണ്ട എന്നല്ല. മറിച്ച് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ഏറ്റവും നല്ല സമയം ഇപ്പോൾ തന്നെയാണ്, ഇനിയും വൈകണ്ട എന്നാണ്. കൂടാതെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില അസുഖങ്ങളൊക്കെ വന്നാൽ ഇൻഷുറൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. മറ്റൊരു കാര്യം, ടേം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിന് ടാക്സ് ഇല്ല എന്നതാണ്. കൂടാതെ പഴയ ടാക്സ് റെജീമിൽ 80C പ്രകാരം 1.5 ലക്ഷം വരെ ടാക്സ് ബെനിഫിറ്റുമുണ്ട്. ഇനി നിങ്ങൾ NRI ആണെങ്കിൽ NRI അക്കൗണ്ട് വഴി ഇൻഷുറൻസ് എടുത്താൽ 18% GST ഒഴിവായി കിട്ടും. അത്യാവശ്യം സേവിങ്സ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകാം. എന്റെ അഭിപ്രായം തീർച്ചയായും ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നതാണ്. കാരണം നിങ്ങൾ നല്ല സേവിങ്സ് ഉള്ള ഒരാളാണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ഒരു സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിക്ക് പാടായിരിക്കും. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എന്നൊരു ഓപ്ഷൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല നല്ല സേവിങ്സ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ടേം ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കേണ്ടി വരുന്ന തുക തുച്ഛമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അതും ഇപ്പോൾ കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കവറേജ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന പേടി വേണ്ട.
ടേം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും ടേം ഇൻഷുറൻസ് കിട്ടില്ല. പല ഫാക്ടേഴ്സ്, ഉദാഹരണത്തിന് നിങ്ങളുടെ വരുമാനം, വിദ്യാഭ്യാസം, അങ്ങനെ ചില ഫാക്ടേഴ്സ് പരിഗണിച്ചാണ് ടേം ഇൻഷുറൻസ് കമ്പനികൾ നൽകുക. അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ടേം ഇൻഷുറൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അത് കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമായി അത് എടുക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെറുതെ പോകില്ലേ എന്ന് ചിന്തിച്ച് എടുക്കാതിരിക്കുന്നത് ഒരു സാമ്പത്തിക മണ്ടത്തരമായാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ടേം ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക. 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ബൈ.